നമസ്കാരം. ഡി ഫോക്കസ് തുടങ്ങുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ കുറ്റാരോപിതരായ പാറ്റൂർ കേസിൽ വിജിലൻസിന് ഇന്ന് വീണ്ടും കോടതിയുടെ രൂക്ഷ വിമർശം. ഭൂമി കയ്യേറ്റത്തിന് തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് കോടതി വിജിലൻസിനോട് ചോദിച്ചു. ഈ വിഷയമാണ് ഡി ഫോക്കസ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. പാറ്റൂർ കേസിൽ വിജിലൻസ് ഒളിച്ചു കളിക്കുന്നു. CR നീലകണ്ഠൻ, DYFI നേതാവ് A റഹീം, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളുണ്ട്. അവരിലേക്ക് പോകും മുന്നേ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാറ്റൂർ കേസിൽ വിജിലൻസിന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ അന്ത്യശാസനം. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാമെന്ന വിജിലൻസ് നിലപാട് തള്ളിയ കോടതി 2 ആഴ്ചയ്ക്കകം ത്വരിത പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, മുൻ ചീഫ് സെക്രട്ടറി EK ഭരത്ഭൂഷൺ എന്നിവർ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി ശുപാർശ നൽകിയതിന്റെ രേഖകൾ പരാതിക്കാരനായ VS അച്യുതാനന്ദൻ കോടതിക്ക് കൈമാറി. കേസ് ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. വിജിലൻസിനെ രൂക്ഷമായി വിമർശിച്ചതിനു ശേഷമാണ് 2 ആഴ്ചക്കകം ത്വരിത പരിശോധനാ റിപ്പോർട്ട് നൽകാൻ ജഡ്ജ് A ബദറുദ്ദീൻ അന്ത്യശാസനം നൽകിയത്. കയ്യേറ്റം നടന്നുവെന്ന് വ്യക്തമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നത് എന്താണെന്ന് നേരിട്ട് ഹാജരായ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിച്ചു. സമാന ചോദ്യം കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോഴും കോടതി ചോദിച്ചിരുന്നു. ലോകായുക്തയുടെ കയ്യിലാണ് ഫയലുകളെന്ന കഴിഞ്ഞ തവണത്തെ മറുപടി തന്നെയാണ് ലീഗൽ അഡ്വൈസർ നൽകിയത്. ഈ സമയത്ത് ലോകായുക്തയുടെ കയ്യിലുള്ള ഫയലുകളുടെ കോപ്പി VS കോടതിക്ക് കൈമാറി. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും മുൻ ചീഫ് സെക്രട്ടറി EK ഭരത്ഭൂഷണും ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായി ശുപാർശ ചെയ്ത 3 രേഖകളും ഒപ്പമുണ്ടായിരുന്നു. വിവാദ ഭൂമിയിലെ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ഉമ്മൻചാണ്ടിയും EK ഭരത്ഭൂഷണും നൽകിയ ശുപാർശയാണ് ഇതിൽ പ്രധാനം. റവന്യൂ വകുപ്പിന് നൽകിയ ശുപാർശയും നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയ കോടതി ഇത് കൈമാറി. ആരോപണ വിധേയരായവർക്കെതിരെ കേസെടുക്കാമെന്ന നിയമോപദേശം അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസിന് നൽകിയിട്ടുണ്ട്. ലോകായുക്തയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ മുൻപ് ലഭിച്ച പരാതിയിൽ കഴിഞ്ഞ മാസമാണ് വിജിലൻസ് കോടതി നടപടികൾ തുടങ്ങിയത്. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം. ശ്രീ A റഹീം, ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്ന നിയമോപദേശം നേരത്തെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഭൂമി കയ്യേറിയെന്നതിന് തെളിവുകളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേസെടുക്കാൻ വിജിലൻസ് മടിക്കുന്നത് എന്ന് കോടതി തന്നെ ചോദിക്കുന്നു. എന്താണ് പാറ്റൂർ കേസിൽ വിജിലൻസ് ഒളിച്ചു കളിക്കുന്നത്? വിജിലൻസ് ഒരു ഒളിച്ചുകളിയുമില്ല. ഇത് UDF കാലത്ത് നടന്ന ഏറ്റവും പ്രമാദമായ അഴിമതികളിലൊന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ശക്തമായി ജനങ്ങളോട് പറഞ്ഞ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ആ പ്രശ്നത്തിൽ ഒരു ഒളിച്ചുകളിയില്ല. വിജിലൻസ് എന്ന് പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ വിജിലൻസ് ലോകായുക്തയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതേ കേസിൽ മിസ്റ്റർ കൈതാരം കൊടുത്ത കേസ്, ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അവിടെയാണ്. അന്ന് വളരെ വേഗതയിൽ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി അവിടെ കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടെല്ലാം തന്നെ അവിടെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ശ്രീ കൈതാരം സുപ്രീം കോടതിയിൽ പോയി. അങ്ങനെ ഒരുപാട് കഥകൾ അതിന്റെ പിറകിലുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പാറ്റൂരെന്നല്ല ഒരു അഴിമതി കേസിലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒന്ന്, നിയമപരമായും സാങ്കേതികവുമായുള്ള പ്രശ്നങ്ങളും താമസവും മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന് വാദഗതി ഉറപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയാൻ കഴിയും. എന്തിനാണ് AGയോട് നിയമോപദേശം തേടാൻ പോയത്? AGയോട് നിയമോപദേശം തേടാൻ പോയത് ഞങ്ങളുടെ ഗവൺമെന്റ് താല്പര്യപ്രകാരം തന്നെയാണ്. ശരിയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ AGയോട് അങ്ങനെ പറയാതിരിക്കാമല്ലോ, പോകാതിരിക്കാമല്ലോ. 2, AGയിൽ നിന്നും നിയമോപദേശം കിട്ടിയതിന് ശേഷം ഈ കേസ് 2ാം തവണയാണ് ഇന്നലെ പരിഗണിച്ചത്. 1ാം തവണ പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അന്ന് AGയിലുള്ള നിയമോപദേശത്തിന്റെ കഥ ഉൾപ്പെടെ കോടതിയിൽ പറയുന്നത് വിജിലൻസ് തന്നെയാണ്. 2, ഇന്നിപ്പോൾ പരിഗണിക്കുന്നു. അതിന്റെ സ്വാഭാവികമായ കാലതാമസത്തെക്കുറിച്ചും മറ്റുമുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അവരോട് ഒരു വിട്ടുവീഴ്ചയുടെയും കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും ആൾക്കാർ അതിൽ ആരോപണം ഉയർന്നാൽ പോലും വിട്ടുവീഴ്ച കാണിക്കാത്തൊരു ഭരണം നിൽക്കുമ്പോൾ എന്തിനും ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് അത്ര വലിയ മേഴ്സി കാണിക്കേണ്ട കാര്യം ഒരു കാര്യവുമില്ല. അത് യുക്തിക്ക് നിരക്കുന്നതുമല്ല ആരോപണം. UDF നടത്തിയ ഏറ്റവും വലിയ അഴിമതിയുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന അഴിമതിയിലൊന്നാണ് പാറ്റൂര്. അതിനോട് ഒരു കോംപ്രമൈസും ഇല്ല. ശക്തമായ തിരിച്ചു വരാം. ശ്രീ BRM ഷഫീർ, കോടതി വിജിലൻസിനെ പാറ്റൂർ കേസിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കേസെടുക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരിക്കാം. പക്ഷേ നമ്മുടെ വിജിലൻസ് സംവിധാനത്തിന്, നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് എന്ത് സന്ദേശമാണ് വിജിലൻസിന്റെ ഈ നടപടി നൽകുന്നത്? ഇന്നത്തെ കോടതിയുടെ വിമർശത്തെ, നിരീക്ഷണത്തെ കോൺഗ്രസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അല്ല, വിജിലൻസിനെ വിമർശിക്കുന്നതിന് കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമില്ല. എങ്കിലും കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹീം പറഞ്ഞതുകൊണ്ട് ഞാനതിന് മറുപടിയിലേക്ക് വരാം. നിങ്ങൾക്കറിയോ, ഫെബ്രുവരി മാസം 29 2016 ഫെബ്രുവരി മാസം 29 ഈ കേസുമായി ബന്ധപ്പെട്ട് സഖാവ് VS ഫയൽ ചെയ്ത ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഹിയറിംഗ് കേട്ടുകൊണ്ട് അന്നത്തെ ജഡ്ജി ശ്രീ ജോൺ ഇല്ലിക്കാടൻ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കാം. ഒന്ന്, ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ ഈ കേസുമായി, വിജിലൻസ് കേസുമായി കണക്ട് ചെയ്യത്തക്ക ഒരു രേഖയും കോടതി മുമ്പാകെ ഇല്ല. പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശുപാർശകൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 16 സെന്റ് കയ്യേറ്റം നടന്നു എന്ന് കാണുന്നുണ്ട്. കയ്യേറ്റം നടത്തിയവർക്കെതിരെ നിങ്ങൾ ത്വരിത അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തണം. എന്നിട്ട് പറയുകയാണ്, റൂൾസ് ഓഫ് ബിസിനസിൻ്റെ എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇവിടുത്തെ പ്രശ്നം ഇത്രയാ. അപ്പോൾ അന്നത്തെ വിജിലൻസ് കോടതിയുടെ ജഡ്ജിൻ്റെ നിരീക്ഷണം കൃത്യമായിരുന്നു. കോടതി മുമ്പാകെ വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ രേഖകളിലും 16 സെന്റ് കയ്യേറ്റം നടന്നിട്ടുണ്ട്, അതിന് അനുസൃതമായി കേസെടുക്കണമെന്ന് പറഞ്ഞു. വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലോകായുക്തയിൽ പേപ്പറായതിനാൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ഇതിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു രേഖയോ എന്തെങ്കിലും ഒരു പരാമർശമോ ഉള്ളതായി വിജിലൻസിന് തന്നെ പ്രഥമ ദൃഷ്ട്യാ കാണുന്നില്ല എന്ന് അന്നത്തെ വിജിലൻസ് കോടതി ജഡ്ജി ശ്രീ ജോൺ ഇല്ലിക്കാടൻ പറഞ്ഞു കഴിഞ്ഞു. 2, ഞാൻ പറയാം, ഈ ജോർജ് കൈതാരം, നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ ജോർജ് കൈതാരം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ ആദ്യം പോയി കേസ് തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി. മാർച്ച് മാസം 31 2015 മാർച്ച് മാസം 31 സുപ്രീം കോടതി തള്ളിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ, പക്ഷേ വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നതിന് പകരം ലോകായുക്തയുടെ നടപടി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം മതിയെന്നും ഒരേ കോടതിയിൽ രണ്ട് കോടതിയിൽ ഒരേ ഹർജിക്കാരൻ വന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയും തള്ളി. അപ്പോൾ വിജിലൻസ് കോടതി തള്ളിയ, ഹൈക്കോടതി തള്ളിയ, സുപ്രീം കോടതി തള്ളിയ, ഏറ്റവും അവസാനം ഇതേ വിജിലൻസ് കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ട അമിക്കസ് കുറി, ലോകായുക്ത നിയമിച്ചതാ, അമിക്കസ് കുറിയുടെ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി അതിനകത്ത് ഒരു പങ്കാളിത്തവുമില്ല. റൂൾസ് ഓഫ് ബിസിനസ്സിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളൂ. 2, ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷക കമ്മീഷനെ ലോകായുക്ത നിയമിച്ചു. അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് കയ്യേറ്റക്കാരെ എടുത്തു പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ഒരു പരാമർശവും അതിനകത്തില്ല. അതിനുശേഷം വിജിലൻസിൻ്റെ തിരുവനന്തപുരത്ത് കോടതിയിൽ വിജിലൻസ് എടുത്ത സമീപനം എന്ന് പറയുന്നത് ഇതൊരു സിവിൽ കേസാണ്, സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, ഇതിൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുണ്ട് എന്ന് എവർ പറയുന്നത് ആ 3 വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നിയമത്തിൻ്റെ ഇതാ വാചകം ഇങ്ങനെയാണ്: നടപടികളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് പൈപ്പ് മാറ്റിയിടുന്നതിന് വേണ്ട നടപടികൾ എടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുക എന്ന ഒറ്റ വാചകത്തിൽ തൂങ്ങി ഉമ്മൻചാണ്ടിയെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ തന്നെ കോടതി പറയുകയുണ്ടായി. BRM ഷഫീർ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ അന്നത്തെ റവന്യൂ മന്ത്രിക്കോ ഇതിൽ ഒരു പങ്കുമില്ല എന്ന എല്ലാ കോടതിയും പറഞ്ഞ ഒരു കേസായതുകൊണ്ടാണോ വിജിലൻസ് ഈ കാര്യത്തിൽ FIR ഇടാൻ മടിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു പങ്കുമില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി വലിയ പ്രചാരണ വിഷയമായി പാറ്റൂർ ഭൂമി ഇടപാട് മാറ്റിയിരുന്നു. മാത്രമല്ല, അവിടെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അഭിഭാഷക കമ്മീഷൻ തന്നെ സർക്കാർ ഭൂമി കയ്യേറപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഒരു ഔദ്യോഗിക പിന്തുണയുമില്ലാതെ അന്നത്തെ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിനടുത്ത ഇങ്ങനെ ഒരു ഭൂമി കയ്യേറാൻ സ്വകാര്യ വ്യക്തികൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ഷഫീറിന്റെ സ്വയം സമാശ്വസിക്കലാണ്. ഇത് രാജഗോപാലൻ ഒരാളുടെ കയ്യിലാണ് ആർട്ടക്ക് ഈ ഭൂമി വാങ്ങുന്നത്. അന്നവര് പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെ ഈ പറയുന്ന എക്സസ് ലാൻഡ് ഉൾപ്പെടെ ചേർത്ത് പ്രമാണം ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കേസാണ്. ഷഫീർ രസകരമായിട്ടാണ് പറയുന്നത്, ഷഫീർ നിങ്ങളുടെ കാലത്താണ് ഇത് നടന്നത്, തീരുന്നില്ല. അതിന്റെ രേഖകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി തണ്ടപ്പേര് രജിസ്റ്റർ കീറിയെടുത്തു. ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ തണ്ടപ്പേര് രജിസ്റ്റർ ഇല്ല, പുറമ്പോക്ക് രജിസ്റ്റർ മോഷണം പോയി. വാട്ടർ അതോറിറ്റിയുടെ എല്ലാ ഉടമസ്ഥാവകാശ രേഖയും കാണാനില്ല, നഷ്ടപ്പെട്ടു. എത്ര വലിയ കാര്യങ്ങളാണ് നടന്നത്. ഇനി വിജിലൻസ് അന്ന് ഇവരുടെ കാലത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് അന്ന് ഇതുപോലല്ലോ സ്വതന്ത്രമായ വിജിലൻസ് ഇല്ലല്ലോ. വിജിലൻസ് അന്ന് ഈ ആർട്ടക്കിന്റെ ഓഫീസിൽ കയറി പരിശോധിക്കുന്നതിനുള്ള അവകാശം പോലും ഇവർ കൊടുത്തതില്ല. അന്ന് തടയുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ കോടതി ലോകായുക്തയിലേക്ക് കേസ് പോയി, അന്വേഷണങ്ങൾ നടക്കുന്നു.
ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എത്ര പേരെയാണ് ഉമ്മൻചാണ്ടി തെറിപ്പിച്ചത്? ഈ ജേക്കബ് തോമസിനെതിരായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പ്രധാന കാരണം എന്താ? ജേക്കബ് തോമസ് അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണം ഉമ്മൻചാണ്ടിക്കെതിരെ നീട്ടുന്നുവെന്ന് മനസ്സിലായപ്പോൾ ജേക്കബ് തോമസിനെ നാട് കടത്തി. എത്ര പേരാണ്? അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കമലവർദ്ധൻ റാവു ഉണ്ട്. ആ കമലവർദ്ധൻ റാവു കടകംപള്ളി ഭൂമി കേസുമായി എല്ലാം ബന്ധപ്പെട്ടതാണ്. സജിത് ബാബു, ഈ പറയുന്ന റവന്യൂ കമ്മീഷണറായിരുന്ന സജിത് ബാബുവിനെ കണ്ണൂരിലേക്ക് ഹൈവേ ലാൻഡ് അക്വിസിഷൻ ഭൂമിയിലേക്ക് മാറ്റി. ഇതെല്ലാം സജിത് ബാബു, കമൽവർദ്ധൻ റാവു, ജേക്കബ് തോമസ് ഇവരെല്ലാവരും കടകംപള്ളി പാറ്റൂർ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും അന്വേഷണത്തിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് വെറുമൊരു അഴിമതി മാത്രമല്ല ഇത് നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നും രേഖകളും അതിന്റെ സോഴ്സുകളും എങ്ങനെയെല്ലാം നശിപ്പിക്കാമെന്നും ഒക്കെയുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇതിനെ നടന്നു. അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത് സിവിൽ മാനറുള്ള കേസാണെന്ന്. ഇത് വിജിലൻസിന്റെ അഴിമതി മാത്രമല്ല, ഒട്ടനവധി ക്രിമിനൽ ഒഫൻസ് കൃത്യമായി കാണാൻ കഴിയുന്ന വിധമുള്ളൊരു കേസാണ്. ഇവിടെ ഗവൺമെന്റിന് വന്നൊരു പ്രശ്നം, ശ്രീ കൈതാരം ഈ കേസ് കൈകാര്യം ചെയ്തു. ജോയി കൈതാരം ലോകായുക്തയിലേക്ക് പോയി. ലോകായുക്ത ആദ്യഘട്ടത്തിൽ വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ഈ കേസിൽ ഇടപെട്ടു. അന്ന് ജേക്കബ് തോമസ് അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്ന് ഉത്തരവിട്ടു. ജേക്കബ് തോമസ് അന്വേഷണം ഒഴിച്ചു. അന്വേഷണം ചെയ്ത് നടത്തി ആ റിപ്പോർട്ട് ലോകായുക്തയിലെത്തുമ്പോൾ ലോകായുക്ത അന്ന് പെട്ടെന്ന് പറഞ്ഞു, ഇതൊന്നുമല്ല നിങ്ങളോട് അന്വേഷിക്കാൻ പറഞ്ഞത്, നിങ്ങളോട് അന്വേഷിക്കാൻ പറയാത്ത മേഖലകൾ നിങ്ങൾ അന്വേഷിക്കുന്നത്. അതിനുശേഷം ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ലീഗൽ പ്രൊസീഡിങ്സ് ആണ്, എനിക്ക് പല പരിമിതിയുണ്ട് പറയാൻ. എന്തായാലും തന്നെയും ലോകായുക്തയിൽ അന്ന് മുതൽ ഇതൊരു മെല്ലപ്പോക്കാണ്. പരിസ്ഥിതി പ്രവർത്തകനും ആം ആദ്മി പാർട്ടി നേതാവുമായ CR നീലകണ്ഠൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ CR നീലകണ്ഠൻ, പാറ്റൂർ കേസിൽ വിജിലൻസിന് ഒരു ഒളിച്ചുകളിയുണ്ടോ? കോടതി വിജിലൻസിനെ രൂക്ഷമായി ഇന്ന് വിമർശിച്ചിരിക്കുന്നു. 14 ദിവസത്തിനകം തന്നെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ കുറ്റാരോപിതരായ ഈ കേസിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും വേണ്ട രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ കേരളത്തിലെ അഴിമതികൾ നമുക്ക് മുന്നണി വിഭജനം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും അഴിമതികളിൽ രണ്ട് മുന്നണികളും ഒളിഞ്ഞും തെളിഞ്ഞും പങ്കാളികളാവുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇപ്പൊ പാറ്റൂർ കേസിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ UDF മാത്രമല്ല പ്രതികൾ എന്ന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു അന്വേഷണം പോകാൻ വഴിയില്ല. ഇപ്പൊ വിജിലൻസ് ബോധപൂർവം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വിജിലൻസ് ജേക്കബ് തോമസിനെ പോലെ ഒരാൾക്ക് വളരെ ചീത്തപ്പേരാണ്. കാരണം UDF ആയാലും LDF ആയാലും ഒരുപോലെ അന്വേഷിക്കണം. ഇവിടെ UDFന്റെ അഴിമതി എന്ന് പറയുമ്പോൾ അതിൽ ഇവർക്ക് പങ്കുള്ളത് കൊണ്ടുകൂടിയാവാം അതിനൊരു തടയിടുന്നത്. ഇപ്പോൾ കുറെ കാലമായി പറഞ്ഞിരുന്നത് അതിന്റെ പേപ്പർ മുഴുവൻ ലോകായുക്തയിലാണ്, തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു പരാതി മുമ്പ് വിജിലൻസ് പാറ്റൂർ കേസിൽ കൊടുത്തിരുന്നു. ആ ലോകായുക്തയിലെ പേപ്പർ തിരിച്ചു മേടിക്കണം എന്നും കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ലോകായുക്തയ്ക്ക് ഈ കാര്യത്തിൽ വളരെ മുമ്പോട്ട് പോകാനാവില്ല. ലോകായുക്തയുടെ ഒരു പരിമിതി നമുക്കറിയാം. അതുകൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അക്കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. അത് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ മാത്രമാവില്ല, ഉമ്മൻചാണ്ടിയുടെ കൂടെ വേറെ ഇടതുപക്ഷത്തുള്ള ആളുകളുണ്ടാവും. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ പ്രതിനിധി BRM ഷഫീർ പറഞ്ഞത് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഇതിൽ നിഷേധിച്ചതാണ്, ഉമ്മൻചാണ്ടിയുടെ പങ്കില്ല എന്ന് വ്യക്തമാക്കിയതാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നാണ്. അല്ല, കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്ക് പങ്കുള്ളതെന്ന് പറയണ്ടേ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന പലരുടെ പേരുകളും അതിനകത്ത് കേസിൽ പ്രതിയായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് മേൽ സ്വാധീനമുണ്ടായിരുന്ന ചില ആളുകളുടെ പേരുകൾ, അതൊക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിന് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത് സർക്കാർ തന്നെയാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി അറിയാതെ പിന്നെ വേറെ കോൺഗ്രസ്സുകാർ നൽകിയിട്ടുണ്ടോ, ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയണം. ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ആ ലെവലിൽ അതിന്റെ മരട്ടിലേക്കൊന്നും സുപ്രീം കോടതി ഒരു കേസിലും പോയിട്ടുമില്ല. റൈറ്റ്. ശ്രീ BRM ഷഫീർ, അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി പ്രത്യേക താല്പര്യമെടുത്തു എന്ന അഭിഭാഷക കമ്മീഷൻ അവർ നടത്തിയ പരിശോധനയിൽ തന്നെ മുഖ്യമന്ത്രി എന്നല്ല അന്നത്തെ സർക്കാർ ഇതിലൊരു അതീവ താല്പര്യമെടുത്തു. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഭൂമി കയ്യേറിയിട്ടുണ്ട്, സർക്കാർ ഭൂമി ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിന് വേണ്ടി കയ്യേറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാമായിട്ടും സർക്കാരിൻ്റെ ഭൂമി കയ്യേറി ബഹുനില കെട്ടിടം പണിത് ഉയർത്തിയത് ഒരു സർക്കാരിൻ്റെയും റവന്യൂ അധികാരികളുടെയും പിന്തുണയില്ലാതെ അങ്ങനെ തലസ്ഥാന നഗരിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്? അല്ല, ഞാൻ പറഞ്ഞോ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനകത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല എന്നാണ് ഞാൻ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇവിടെ സംസാരിച്ച ശ്രീ റഹീമിനോ ശ്രീ നീലകണ്ഠ സാറിനോ കൃത്യമായി ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന ഇടപെടൽ നടത്തി, ഇന്ന രേഖയിൽ ഒപ്പിട്ടു, ഇന്ന കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് ഡേറ്റുകളുടെയും ഡേറ്റാസിൻ്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. അഷ്റഫ്, ഒരു കാര്യം കേട്ടോ, ഫെബ്രുവരി മാസം 29-ാം തീയതി 2016 2016 ഇന്നേക്ക് ഒരു മാസം മുമ്പ് ഫെബ്രുവരി മാസം 21-ാം തീയതി വിജിലൻസ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ട് ഒരു സാക്ഷി പോലും ആക്കാൻ, പ്രതിയാക്കുന്നത് പോട്ടെ, ഒരു സാക്ഷി പോലും ആക്കാനുള്ള പിന്നെ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത റിപ്പോർട്ട് ഇന്ന് കോടതിയുടെ മുമ്പാകെ പരിഗണനയ്ക്കുണ്ട്. നിങ്ങൾക്കറിയോ, ഇപ്പോൾ ADGP ആയിരുന്നു അന്നത്തെ ADGP, ഇന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശ്രീ ജേക്കബ് തോമസ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്തറിയോ, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ജനുവരി മാസം 2015 ജനുവരി മാസം 9-ാം തീയതി ഭരത് ഭൂഷണും നിവേദിത ഹരാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കില്ലെന്നും ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് അതിനകത്ത് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും ലോകായുക്തയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ ബഹുമാനപ്പെട്ട ലോകായുക്ത ഈ റിപ്പോർട്ടിന് ഒരു FIRന്റെ വില പോലുമില്ല എന്നും ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പരിഗണിക്കാൻ പറ്റില്ല എന്നും സീൽ ചെയ്ത കവറിൽ കൊണ്ടുവരേണ്ട റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾക്കും മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ ചോർത്തിക്കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതി അത് മുഖവിലേക്കെടുക്കാതെ അത് തിരിച്ചയച്ചത്. അത് നിങ്ങൾക്കറിയോ, അതിനുശേഷം 30/11/2015 ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ ജേക്കബ് തോമസ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ലോകായുക്ത തള്ളിയെന്ന് മാത്രമല്ല, അതിനുശേഷം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പേപ്പറിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്ന് കാണിക്കത്തക്ക രേഖകളൊന്നും തന്നെ ജേക്കബ് തോമസിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെ പിന്നെ ലോകായുക്ത കോടതി, വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി പല കോടതികളിലൂടെ കടന്നുപോയി ഒരു സാക്ഷിയെങ്കിലും ആക്കാൻ തക്കമുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായി ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു സർക്കാരിന് വിജിലൻസ് സ്വന്തമാക്കി വിട്ടിരിക്കുകയാണ്. തീർച്ചയായും ഇക്കാര്യത്തിൽ വിജിലൻസ് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകും, ഇതിലൊരു മെല്ലപ്പോക്കുമില്ല എന്ന്. പക്ഷേ VS അച്യുതാനന്ദന് പോലും അക്കാര്യം ബോധ്യമാകുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാറ്റൂർ ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് മെല്ലപ്പോക്ക് നയം തുടരുന്നുവെന്നാണ്. രൂക്ഷമായ വിമർശനമാണ് VS അന്ന് ഉന്നയിച്ചത്. മാത്രമല്ല, ലോകായുക്തയുടെ കയ്യിലാണെന്ന് പറഞ്ഞ ഫയൽ ഇന്ന് VS അച്യുതാനന്ദൻ നാടകീയമായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിജിലൻസുമായി ബന്ധപ്പെട്ട് മെല്ലപ്പോക്കാണ് എന്ന് സഖാവ് VS പറഞ്ഞത്. അത് ശ്രീ ജേക്കബ് തോമസ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ മെല്ലപ്പോക്കാണ്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. അത് കാരണം മറ്റൊന്നുമല്ല, സ്വാഭാവികമായും അതിനകത്ത് വരുന്ന നിയമപരമായ ഒരുപാട് സാങ്കേതികമായ പരിമിതികളാണ്. ആളുകളുടെ എണ്ണത്തിന്റെ കുറവ്, ഓഫീസർമാരുടെ കുറവ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഓഫീസർമാരുടെ പുനർവിന്യാസത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റ് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഈ വിജിലൻസിനെ ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേസുകളുടെ എണ്ണം കൂടി. ഏത് കേസും സ്വതന്ത്രമായി അന്വേഷിക്കുക, ഒരു കേസും അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാ കേസും അന്വേഷിക്കുകയാണ്. ഭൂമി ചൂഷണം, പ്രകൃതി ചൂഷണം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകളിലേക്ക് ഇപ്പോൾ വിജിലൻസ് കടന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി വരുന്ന കാലതാമസമാണ്. അത് അതിന്റെ പരിമിതിയിലാണ്. അതുകൊണ്ട് ആ പറഞ്ഞതിൽ വേറെ കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. നീലകണ്ഠൻ, റഹീം പറയുന്നത് പോലെ സ്വാഭാവികമായി ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന കാലതാമസം മാത്രമാണോ പാറ്റൂരിൽ സംഭവിക്കുന്നത്? അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം ഇത് വളരെ വളരെ മുമ്പേ വന്നൊരു കേസാണ്. വളരെ കാലമായി ജേക്കബ് തോമസിനെ പോലെ ഒരാൾ വളരെ മുമ്പേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഒരു പുതിയ കേസാണെങ്കിൽ തീർച്ചയായും അന്വേഷിക്കാനും പറയാനും ഒക്കെ ഒരുപാട് സമയം വേണം. ഈ കേസിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ അന്വേഷണം വലിയൊരു ഘട്ടത്തിൽ മുന്നോട്ട് പോയ കേസാണ്. അത് എന്തുകൊണ്ട് സ്ലോ ആയി എന്ന് VS അച്യുതാനന്ദൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ തടയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ശ്രദ്ധിക്കായണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലമായി ഒരു സാങ്കേതികമായ ഒരു വിഷയം കൊണ്ട് മാത്രം പാറ്റൂർ കേസ് സ്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് സംവിധാനത്തിന്റെ പ്രശ്നം കൊണ്ടല്ല പാറ്റൂർ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു ഡിസിഷൻ തന്നെയാണ്. അത് ആരെടുത്തൊന്നും എനിക്കറിയില്ല. ജേക്കബ് തോമസിന്റെ ഭാഗത്താണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറ്റമാണ്, വേറെ ഏതെങ്കിലും സമ്മർദ്ദമാണെങ്കിൽ അതിന്റെ കുറ്റമാണ്. ഇവിടെ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുരീതി. ഇതെങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നീട്ടി കുറെ കഴിയുമ്പോൾ എല്ലാവരും വിട്ടുപോകും. അത് തന്നെയാണ് ഇവിടെ എല്ലാ കേസിലും ഉണ്ടായിട്ടുള്ളത്. ഇതപര്യന്തമുണ്ടായ കേസുകളിൽ
ബാലകൃഷ്ണപിള്ള ഒഴിച്ച് ബാക്കി ആരും ശിക്ഷിക്കപ്പെടാത്തതിന് കാരണം അത് തന്നെയാണ്. ആ സർക്കാരുകൾക്ക് അതിന് വലിയൊരു താല്പര്യമൊന്നും കാണില്ല. അവിടെയാണ് പ്രശ്നം. അതല്ലാന്ന് തെളിയിക്കണമെങ്കിൽ മുമ്പോട്ട് വരണം. അവസാനമായി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ശ്രീ ബി ആർ എം ഷഫീർ, ഇപ്പോഴത്തെ വിജിലൻസിന്റെ നടപടിക്രമങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഒരു മുഖ്യമന്ത്രി തൻ്റെ മുമ്പിൽ വരുന്ന ഒരു പേപ്പറിൽ, ഒരു അപേക്ഷയിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുക എന്നെഴുതി അതിലൊരു ഒപ്പിട്ടാൽ അതാണ് ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് കണ്ടാൽ ഇനി ഒരു മന്ത്രിക്കും ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഫയലിലും ഒപ്പിടാൻ പറ്റത്തില്ല. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുക എന്ന് കളക്ടറോട് ശുപാർശ ചെയ്താൽ അത് കുറ്റമാവുമെങ്കിൽ ഉമ്മൻചാണ്ടി ഈ കേസിൽ പ്രതിയാകും. അതല്ല എങ്കിൽ, അതൊരു കുറ്റമല്ല എങ്കിൽ ഉമ്മൻചാണ്ടിയെ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശ്രീ റഹീമിനോട് ഒറ്റ കാര്യം, പാറ്റൂർ ഭൂമി കുംഭകോണ കേസൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ, ഞങ്ങൾക്ക് ഒരു ഔദാര്യവും നിങ്ങളുടെ ആവശ്യമില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിൽ നിങ്ങളുടെ മൂക്കിൻ്റെ താഴെയുള്ള ലോ അക്കാഡമിയുടെ ഫ്ലാറ്റ്, ആ ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ ഏകദേശം 8 നില കെട്ടിടത്തിൽ 36 അപ്പാർട്ട്മെൻറ്റുകൾ കെട്ടി 36 കോടി രൂപയ്ക്ക് വിറ്റ ആ ഫ്ലാറ്റ് കുംഭകോണത്തെ സംബന്ധിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസിന് ഞാൻ നേരിട്ട് പരാതി കൊടുത്തു. ബി ആർ എം ഷഫീർ, കഴിഞ്ഞ ഏതാനും ദിവസമായി വിശദമായി ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അതിലേക്ക് വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. ശ്രീ എ റഹീം, അവസാനമായി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ഉദ്ദേശശുദ്ധി തെളിയിക്കുന്ന തരത്തിൽ സമഗ്രമായി വേഗതയിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് പറയാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? ഷഫീർ, ലോ അക്കാഡമിയെ കുറിച്ചും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വെറുതെ വഷളാക്കി മാറ്റിക്കൊണ്ടുപോയ നിലപാടിനെ പരമവൃത്തത്തോടെ തള്ളുകയാണ്. 1. 2, നിങ്ങളതിനെ എന്റർടൈൻ ചെയ്യാതിരുന്നതിനെ ഒരു ആങ്കർ എന്ന് പറയുന്ന നല്ല കാര്യമായിട്ട് പറയുന്നു. 2 കാര്യങ്ങൾ പറയാൻ ദയവേത് ഒരു 3 മിനിറ്റ് തരണം. 3 മിനിറ്റ്. ഒറ്റ കാര്യം, ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ എക്സോണറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഷഫീറെ, ആരാ പറഞ്ഞത്? ഉമ്മൻചാണ്ടിക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ എന്തിന് ജേക്കബ് തോമസിനെ ഇക്കാര്യത്തിൽ നിങ്ങൾ പുള്ളി തൊട്ട് നാട് കടത്തി? അന്വേഷിക്കാൻ പറ്റണ്ടേ? അന്വേഷിച്ചാലല്ലേ ഉമ്മൻചാണ്ടി പ്രതിയാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. 2, CR നീലകണ്ഠൻ ഇവിടെ പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജേക്കബ് തോമസിനെ ഏതോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇതെല്ലാം അന്വേഷിക്കുന്നു എന്നല്ല, സർക്കാരിന്റെ ബില്ല് തന്നെയാണ് സർ. ഞങ്ങളല്ലേ തീരുമാനിച്ചത് ഇതിന്റെ നിയമോപദേശം തേടാൻ. ഇക്കാര്യത്തിൽ മാത്രമല്ല, വിവിധ കേസുകളിൽ AGയുടെ നിയമോപദേശം തേടേണ്ടതായിരുന്നു. അത് ആ കൂട്ടത്തിലാണ് ഈ കേസും തേടിയത്. ഞങ്ങളുടെ ബില്ലാണ്. നിയമോപദേശം കൊടുത്തതും ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരൊന്നും അല്ല. ഈ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന AG അഡ്വക്കേറ്റ് സുധാകര പ്രസാദ് കൊടുത്തു തന്നെയാണ് നിയമോപദേശം. വളരെ നന്ദി ശ്രീ എ റഹീം. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അതിഥികൾക്ക് നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഡി ഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഷോമോളിൽ അഞ്ജിതാശം.